റഷ്യയിൽ അണക്കെട്ട് തകർന്നുണ്ടായ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. ഓർസ്ക നഗരത്തിലെ പ്രാദേശിക അണക്കെട്ട് തകർന്ന് യൂറൽ കരകവിഞ്ഞൊഴുകിയതുമൂലം റഷ്യയിലെ ഓറൽബർഗ്, ഓർസ്ക് എന്നീ നഗരങ്ങളുടെയും ഏറിയ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുകയായിരുന്നു. $227 മില്യൺ നാശനഷ്ടമാണ് പ്രാഥമികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയുടെ അയൽരാജ്യമായ കസാക്കിസ്ഥാനിലും സൈബീരിയയിലും സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ 2 നദികളാണ് കരകവിഞ്ഞൊഴുകുന്നത്. റഷ്യയുടെ അടിയന്തരാവസ്ഥ വകുപ്പ് മന്ത്രി അലക്സാണ്ടർ കുറെൻഗേവ് ഇന്ന് റഷ്യയുടെയും സൈബീരിയയുടെയും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. 5,50,000 ജനസംഖ്യയുള്ള ഓറൻബർഗിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയരുകയാണ്. യൂറൽ പർവ്വതനിരകൾക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഓർസ്ക് നഗരവും വെള്ളത്തിനടിയിലാണ്. ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നോർത്ത് കസാക്കിസ്ഥാൻ, അക്മോല, കൊസ്തനായി എന്ന കസാക്കിസ്ഥാനിലെ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചിട്ടുണ്ട്. 76,000 പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 4,000-ഓളം വീടുകൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടുണ്ട്. കസാക്കിസ്ഥാനിലെ 10 വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കസാക്കിസ്ഥാൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമോർട്ട് ടോക്കിയോവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ച നടത്തി. ദുരന്ത മേഖലകളിലെ റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തെക്കുറിച്ച് റഷ്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.